ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റകൃത്യങ്ങളുടെ പരമ്പരയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പോക്സോ കുറ്റകൃത്യമുണ്ടായിട്ടും സർക്കാർ മറച്ചുവെച്ചു. ഗുരുതരമായ ആരോപണമാണ് പി.വി. അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നതെന്ന് കെ. സുരേന്ദ്രൻ. പിണറായി വിജയൻ സർക്കാർ രാജിവെക്കുകയാണ് വേണ്ടത്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ജൈവ കരനെൽ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. കരനെൽ കൃഷി ഏകദേശം 15 സെന്റോളം വരുന്ന ഭൂമിയിൽ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റകൃത്യങ്ങളുടെ പരമ്പരയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പോക്സോ കുറ്റകൃത്യമുണ്ടായിട്ടും സർക്കാർ മറച്ചുവെച്ചു. കൊല്ലം എം.എൽ.എ. മുകേഷിനെതിരെ ഘടകകക്ഷികളും CPIM ദേശീയ നേതാക്കളും നടപടി ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി മടിച്ചു നിൽക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഒരു കുറ്റകൃത്യങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടായിരിക്കുന്നു. അതിന്റെ ഇൻഫർമേഷനാണ് ഈ റിപ്പോർട്ട്. ഒന്നല്ലല്ലോ, ഒരുപാട് കേസുകൾ ഉണ്ടായിരിക്കുന്നു. പോക്സിലെ കുറ്റകൃത്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിലുണ്ട്. ഇത്തരമൊരു കുറ്റകൃത്യം നടന്നു എന്നത് ഒളിച്ചു വച്ചാൽ അത് തന്നെ ഒരു കുറ്റകൃത്യമാണ്. പോക്സോ ആക്ടിന്റെ 21 BNSന്റെ 199C അനുസരിച്ച് ഈ മുഖ്യമന്ത്രിയും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും 2 സാംസ്കാരിക മന്ത്രിമാരും കുറ്റകൃത്യമാണ് ചെയ്തത്. സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്നറിഞ്ഞിട്ട് അത് ആരും കാണാതെ 4.5 കൊല്ലക്കാലം ഒളിച്ചു വെച്ചു. കൊല്ലം MLA CPM MLAക്കെതിരായി നിരന്തരമായ ആരോപണം വന്നു. CPMന്റെ ഘടകകക്ഷികൾ പറഞ്ഞ ആൾക്കെതിരെ നടപടിയെടുക്കണം. CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു നടപടിയെടുക്കണം. CPIയുടെ ദേശീയ നേതാവ് ആനി രാജ പറഞ്ഞു നടപടിയെടുക്കണം. പ്രതിപക്ഷം പറഞ്ഞു നടപടിയെടുക്കണം. നടപടിയെടുത്തില്ല, തോട പിടിച്ചു കൊടുക്കുകയാണ്, സംരക്ഷണം കൊടുക്കുകയാണ്. കേരളം ഇന്നേ വരെ കേട്ടിട്ടില്ലാത്തത്ര ഗുരുതരമായ ആരോപണമാണ് ഭരണകക്ഷി MLA പി.വി. അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. പിണറായി വിജയൻ സർക്കാർ രാജിവെക്കുകയാണ് വേണ്ടത്. സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ലെന്നും തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ ധാർമ്മികമായി അധികാരത്തിൽ തുടരാനുള്ള അവകാശം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. കാരണം CMന്റെ ഓഫീസിലിരുന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിയും ക്രമസമാധാന ചുമതലയുള്ള ADGPയും കള്ളക്കടത്തും മയക്കുമരുന്ന് കടത്തും രാജ്യദ്രോഹവും കൊലപാതകവും നടത്തുന്നുകൊണ്ട് ഭരിക്കുന്ന കക്ഷിയുടെ ഒരു MLA പറഞ്ഞാൽ ഈ സർക്കാരിന് വീണ്ടും അധികാരത്തിൽ തുടരാൻ എന്ത് അർഹതയാണുള്ളത്? MLA പറഞ്ഞത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം, ചോദ്യം ചെയ്യണം, അദ്ദേഹത്തെ നുണ പരിശോധനയ്ക്ക് തയ്യാറാവും. അദ്ദേഹത്തിന് ധാരാളം ശാസ്ത്രീയമായ തെളിവുകളുണ്ടല്ലോ. ഫോണുകൾ ചോർത്താനും എല്ലാ അധികാരങ്ങളും കയ്യിലുള്ള ആളുകൾ അദ്ദേഹത്തിന് പലതരത്തിലുള്ള നടപടിക്ക് വിധേയമാക്കാമല്ലോ. അതുകൊണ്ട് അതിനെന്താണ് തയ്യാറാവാത്തത്? അപ്പോൾ ഇത് സർക്കാർ മൗനം കൊണ്ട് ഈ പറഞ്ഞതെല്ലാം പി.വി. അൻവർ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് സർക്കാർ മൗനം കൊണ്ട് സമ്മതിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സർക്കാരിന് എങ്ങനെയാണ് അധികാരത്തിൽ തുടരാൻ കഴിയുന്നത്? ഞാൻ ആരെയും വിശുദ്ധനാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം അതീവ ഗൗരവതരമാണ്. നമ്മുടെ നാട്ടിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അന്വേഷണം വേണം, ഈ സർക്കാർ രാജിവെക്കും. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ജൈവ കരനെൽ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ M.K. സുദർശൻ നെൽക്കതിർ കൊയ്തെടുത്ത് വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 15 സെന്റോളം വരുന്ന ഭൂമിയിലാണ് കരനെൽ കൃഷി ചെയ്തത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടപ്പാക്കുന്ന ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഭാഗമായി ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ആരംഭിച്ച ജൈവ കരനെൽ കൃഷി വിളവെടുത്തു. മട്ടത്രിവേണി നെൽവിത്ത് ഉപയോഗിച്ച് ഏകദേശം 15 സെന്റോളം വരുന്ന ഭൂമിയിൽ ആട്ടിൻ കാഷ്ടം, പച്ചച്ചാണകം, പച്ചില കമ്പോസ്റ്റ് എന്നിവ മാത്രം വളമായി ഉപയോഗിച്ചാണ് കരനെൽ കൃഷി ചെയ്തത്. ഇതിൽ നിന്നും ലഭിക്കുന്ന അരിയാണ് സെപ്റ്റംബർ 14 ഉത്രാട ദിനത്തിൽ ആഘോഷിക്കുന്ന നിറപുത്തരിക്ക് വേണ്ട പുത്തരി പായസത്തിനും അന്നത്തെ ചതുശത നിവേദ്യത്തിനും ഉപയോഗിക്കുക. കൊടുങ്ങല്ലൂർ ക്ഷേത്രഭൂമിയിൽ കഴിഞ്ഞ 5 വർഷമായി ചെയ്തുവരുന്ന ജൈവ കരനെൽ കൃഷിയിൽ നിന്നുമാണ് ഇല്ലം നിറയ്ക്ക് ആവശ്യമായ കതിർക്കറ്റകളും നിറപുത്തരിക്ക് അരിയും ലഭിക്കുന്നത്. ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത്, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ M.R. മിനി, M.K. ഉണ്ണി, ദേവസ്വം മാനേജർ K. വിനോദ്, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി A. വിജയൻ, കോവിലകം പ്രതിനിധി സുരേന്ദ്രവർമ്മ എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.
ഇനി നാട്ടിൽ നടന്നത്. പൊയ്യ പൂപ്പത്തിയിൽ തോട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മാള തൻകുളം പുളിക്കത്തറ റാഫേൽ മകൻ ബെന്നിയാണ് മരിച്ചത്. ഇരട്ടപ്പടിയിൽ കോഴിക്കട നടത്തി വരികയായിരുന്നു. വീട്ടിൽ നിന്നും കാണാതായ ആളെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പടിഞ്ഞാറെ ചാലക്കുടി ചക്കേടൻ വീട്ടിൽ ജോയിനെയാണ് പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെ മുതലാണ് ഇയാളെ കാണാതായത്. തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും അന്വേഷണം നടത്തുന്നതിനിടെയാണ് ചാലക്കുടി പുഴയുടെ പാറക്കടവ് ഭാഗത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയതായി വിവരം ലഭിച്ചത്. വേൾഡ് കോക്കനട്ട് ഡേയുടെ ഭാഗമായി വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ തെങ്ങ് കൃഷിയും ഇടവിളകളും എന്ന വിഷയത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് MB പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KV ജോസഫ് അധ്യക്ഷത വഹിച്ചു. ED സാബു, സാജൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്കിൽ അംഗമായി 20 വർഷവും 65 വയസ്സും പൂർത്തീകരിച്ച സീനിയർ മെമ്പർമാർക്കുള്ള ആശ്രയ പെൻഷൻ വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് VM വത്സൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ രേഖ അനിൽകുമാർ, KK പരമു, NK ഡേവിസ്, സെക്രട്ടറി NS അനുഷ എന്നിവർ പങ്കെടുത്തു. മാള വലിയപറമ്പ് മെഡ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ BTech ഫസ്റ്റ് ഇയർ ബാച്ചിന്റെ ഇൻഡക്ഷൻ പ്രോഗ്രാം ദീക്ഷ സംഘടിപ്പിച്ചു. ഡോക്ടർ TR മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ മൊബൈലല്ലേ പറഞ്ഞത്, മൊബൈൽ മാത്രമല്ല ലാപ്ടോപ്പ്, ടെലിവിഷൻ. അതായത് ആദ്യം TV കാണും, ഓഫ് ചെയ്യുമ്പോൾ ലാപ്ടോപ്പ് തുറക്കും, പിന്നെ 2 മണിക്കൂർ അതിന്റെ മുമ്പിലിരിക്കും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നേരെ പോയി മൊബൈൽ ഫോണും തുറക്കും. ചുരുക്കം പറഞ്ഞാൽ അയാളുടെ ഏതാണ്ട് കണ്ണിന്റെ കാര്യം ഇത് തീരുമാനമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു 3-4 വർഷം സ്ഥിരമായിട്ട് ഈ സ്ക്രീൻ അഡിക്ഷൻ എത്തിക്കഴിഞ്ഞാൽ, ഈയിടെ ഒരു മെഡിക്കൽ ജേണലിൽ പറഞ്ഞ പോലെ ഒരു 3-4 മരുന്നുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് മാർക്കറ്റിൽ വല്ലാതെ ചെലവാകും എന്നാണ് ഇപ്പോഴേ അവര് കണക്കാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നത് ടാറ്റ കമ്പനിയാണ്. ടാറ്റ കമ്പനി അറിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കില്ല. പക്ഷെ ആ പ്രോഡക്റ്റ് ഐസൈറ്റിന്, അത് പേര് തന്നെ ഐ വെച്ച് തുടങ്ങുന്നതാണ് കേട്ടോ. ആ മരുന്നിന്റെ പേര് തന്നെ അങ്ങനെയാണ്. അതായത് വരുന്ന തലമുറയ്ക്ക് ഇനി അതൊരു നിർബന്ധമായിട്ട് മാറുന്നത്. നിങ്ങൾ എന്നോട് ചോദിക്കും, സാറപ്പ കണ്ണട വെച്ചിട്ടുണ്ടല്ലോ, അങ്ങനെയാണ് അല്ലേ? ഇത് ഞാൻ 12 വയസ്സിൽ വെച്ചതാണ്. വിദ്യാർത്ഥി ആര് പങ്കുവയ്ക്കും? ഡോക്ടർ വർഗീസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ A സുരേന്ദ്രൻ, പ്രൊഫസർ ഡോക്ടർ അംബിക ദേവിയമ്മ, മീവൽ P ശശി, ഡോക്ടർ ഫോൺസി ഫ്രാൻസിസ്, റൈമോൻ P ഫ്രാൻസിസ്, റെനുജ് A ഖാദർ, നിമ്മി പളൻ, പ്രൊഫസർ KN രമേശ് എന്നിവർ സംസാരിച്ചു. മാള ഹോളി ഗ്രേസ് അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് കോളേജ് സർക്കാർ അംഗീകൃത ഏജൻസി സ്കിൽഡ് ഡേയുടെ സഹകരണത്തോടെ നാസ്കോ സർട്ടിഫൈഡ് പ്രോഗ്രാമുകൾ നടത്തുന്നു. 120 മണിക്കൂർ ദൈർഘ്യമുള്ള കോഴ്സുകൾ ബിരുദധാരികൾക്ക് ഉപയോഗപ്രദമാകും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ, വനിതകൾ എന്നിവർക്കായി സൗജന്യമായാണ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഹോളി ഗ്രേസ് ചെയർമാൻ സാനി എടാട്ടുകാരൻ, ബെന്നി ജോൺ ഐനിക്കൽ, സ്കിൽഡ ഏജൻസി MD കൊട്ടാരം രമേശ്, പ്രൊഫസർ AS ചന്ദ്രകാന്ത, പ്രിൻസിപ്പൽ ഡോക്ടർ K പ്രശാന്ത്, പ്രൊഫസർ PS സുബിൻ എന്നിവർ പങ്കെടുത്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUC കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാള ബ്ലോക്ക് പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമീണ തൊഴിലുറപ്പ് എന്ന ഒരു ഉറക്കെ പ്രഖ്യാപനവുമായിട്ട് 2008 UPA സർക്കാരിൻ്റെ നേതൃത്വത്തിൽ 125 രൂപയാണ് കൂലി നിശ്ചയിച്ചുകൊണ്ടാണ് അന്ന് 2008 കൂലി 125 രൂപ നാമമാത്രമായ കൂലി നിശ്ചയിച്ചുകൊണ്ടാണ് അന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം നിശ്ചയിച്ചിട്ടുള്ളത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോദ് വിധേയത്തിൽ അധ്യക്ഷത വഹിച്ചു. VV അന്തോണി, ജോബി മങ്കടിയാൻ, മോഹൻദാസ്, ND പോൾസൺ, സിജി ജോസ്, സ്മിത പോൾസൺ ഒളാട്ടുപുറം, ദിലീപ് പരമേശ്വരൻ, PC ഗോപി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അന്നമനട മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CR ജയൻ അനുസ്മരണവും പ്രവർത്തക യോഗവും സംഘടിപ്പിച്ചു. AKTA സംസ്ഥാന കമ്മിറ്റി അംഗം അമ്മിണികുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാരിന്റെ ഭാഗമാണ്. സംഘടന നമ്മുടെ തൊഴിലാളികൾക്ക് വേണ്ടി രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ സംഘടന. ആ സംഘടന എന്ന് പറഞ്ഞാൽ AKTA. അതിന്റെ എന്താണ് പുതിയ ഫുള്ള് പേര്? ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ. 81 രൂപം കൊണ്ടു എങ്കിലും നമുക്കതിന് 83 നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയത്. ആ സംഘടന ഇന്ന് വളർന്ന് അഖിലേന്ത്യാ തലത്തിൽ TWFI എന്ന പേരിൽ രജിസ്ട്രേഷൻ നടത്തി ഇന്ന് നമ്മളതിനെ അത്രയും ഉയർത്തി
നല്ല നിലയിൽ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് നമ്മുടെ സംഘടന. ഏരിയ പ്രസിഡന്റ് ടി.എ. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ലീല ശ്രീധരൻ പഠന ക്ലാസ് നയിച്ചു. ദിലീപ് പരമേശ്വരൻ, രമ ലോഹിരാക്ഷൻ, ടി.ആർ. രാജു, രമണി പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. ഏരിയയിലെ SHG ഗ്രൂപ്പുകളിലെ കൺവീനർമാർ പങ്കെടുത്തു. അന്നമനട പഞ്ചായത്ത് തപസ്യ കുടുംബശ്രീ വാർഷികാഘോഷവും ഓണക്കിറ്റ് വിതരണവും നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് ജിൻസി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം UA ജോർജ്, TK ഗോപി, ഷാജി മാരിക്കൽ, ADS പ്രസിഡന്റ് ഇന്ദിരാ ദിവാകരൻ, മറ്റ് കുടുംബശ്രീ പ്രസിഡന്റുമാർ എന്നിവർ നേതൃത്വം നൽകി. റേഷൻ വ്യാപാരികളോട് സർക്കാർ കാണിക്കുന്ന അവഗണന തുടരുന്നത് പ്രതിഷേധമാണെന്നും കോവിഡ് കാലത്ത് വിതരണം ചെയ്ത കിറ്റിന്റെ കമ്മീഷൻ നൽകണമെന്ന ഹൈക്കോടതി വിധി പാലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ചാലക്കുടിയിൽ നടന്ന താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് KV ദിനേശൻ അധ്യക്ഷനായി. KA വേണു, ശ്യാമ സജീവ്, T ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ചാലക്കുടി താലൂക്ക് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പ്രസിഡന്റ് CC വിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി KA വേണു അധ്യക്ഷനായി. ശ്യാമ സജീവ്, T ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ഫാർമേഴ്സ് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സഹകരണ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലേക്ക്. സഹകരണ ജനാധിപത്യ മുന്നണിയുടെ 13 സ്ഥാനാർത്ഥികളും വിജയിച്ചു. കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു തിരഞ്ഞെടുപ്പ്. ഐക്യ സഹകരണ മുന്നണിയുടെ 13 പേരും ജനാധിപത്യ സഹകരണ മുന്നണിയുടെ 5 പേരും മത്സര രംഗത്തുണ്ടായിരുന്നു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കൊടകര യൂണിയൻ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സമത്വബോധവും സ്വാതന്ത്ര്യ പ്രതീക്ഷകളുമുള്ള മാനവിക വിമോചനത്തെക്കുറിച്ച് വ്യക്തമായ ദിശാബോധമുള്ള ഒരു സമൂഹമായി കേരളത്തെ വാർത്തെടുത്തത് ഗുരുവല്ലാതെ മറ്റാരുമല്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ സാമൂഹ്യ ഘടനയിൽ വർഗപരമായിട്ടുള്ള സൂത്രവാക്യങ്ങളിൽ സമവാക്യങ്ങളിൽ മാറ്റം സൃഷ്ടിച്ചുകൊണ്ട് SNDP കൊടകര യൂണിയൻ സെക്രട്ടറി KR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി നിയോജക മണ്ഡലം MLA സനീഷ് കുമാർ ജോസഫ്, ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, കൊടകര പഞ്ചായത്ത് അംഗം TV പ്രജിത്, PK സുഗതൻ, അനൂപ് K ദിനേശൻ, അശ്വിനി ദേവ്, തന്ത്രികൾ ബേബി റാം, നന്ദകുമാർ, AB വിശ്വംഭരൻ, ശാന്തികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. പറവൂർ വടക്കുംപുറം കേളപ്പനാശാൻ ചരിത്ര പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സാമൂഹിക പരിഷ്കർത്താവ് V കേളപ്പനാശാൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തി. കേളപ്പനാശാൻ ചരിത്ര പഠന കേന്ദ്രം വൈസ് പ്രസിഡന്റ് പൗരൻ വടക്കേപ്പറമ്പിലിന് ആദ്യ പ്രതി നൽകി സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും ചരിത്രകാരനുമായ പൂയപ്പള്ളി തങ്കപ്പൻ പുസ്തകം പ്രകാശനം ചെയ്തു. VS ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് ഖാദികൻ കൈതാരം വിനോദ് കുമാർ, ചേന്നമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VS ജയപ്രകാശ് എന്നിവരെ ആദരിച്ചു. നിഷ മണിയപ്പൻ, TS സന്തോഷ്, AS അനിൽകുമാർ, ജോയ് ഗോതുരത്ത്, ലിനോ വിശ്വം, ഡോക്ടർ അജയ് S ശേഖർ, ജിജോ ജോൺ പുത്തേടത്ത്, കൈതാരം വിനോദ് കുമാർ, ബെന്നി ജോസഫ്, PK രമാദേവി, AS അബ്ദുൾ സലാം, അജിത് കുമാർ ഗോതുരത്ത്, CP സുകുമാരൻ, KS ശിവൻ, ഗ്രന്ഥകർത്താവ് ടൈറ്റസ് ഗോതുരത്ത് എന്നിവർ സംസാരിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ AICC അംഗം സിമി റോസ്ബൽ ജോൺ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നാവശ്യപ്പെട്ട് DYFI പറവൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പെരുവാരത്തുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്കുള്ള മെയിൻ റോഡിൽ നിന്നുള്ള പ്രവേശന കവാടം പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞു. DYFI ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി M രാഹുൽ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം L ആദർശ്, ജില്ലാ പ്രസിഡന്റ് അനീഷ് M മാത്യു, S സന്ദീപ്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി N ശ്രേഷ എന്നിവർ സംസാരിച്ചു. മാടവന അത്താണി ആശുപത്രിയിൽ പ്രസവ ചികിത്സയും കിടത്തി ചികിത്സയും പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അത്താണി ബാലാനുഭൂതിനി സ്കൂളിൽ ജനകീയ കൺവെൻഷൻ നടന്നു. ബക്കർ മേത്തല ഉദ്ഘാടനം ചെയ്തു. ജനസംഖ്യയും മാരക രോഗങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ് വേണ്ടതെന്നും സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് പാവപ്പെട്ടവന് ചികിത്സ നിഷേധിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ആശുപത്രി സംരക്ഷണ സമിതി കൺവീനർ KV വിനോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിറാജ് അത്താണി, ബോണിഫസ് ബെന്നി, TS ജീവൻ, PK ധർമ്മരാജ്, VK അബ്ദുൾ മജീദ്, ഡോക്ടർ PS ബാബു, KC ശശീന്ദ്രൻ, നന്ദഗോപൻ വെള്ളത്താടി, ഷിഹാബ് അത്താണി എന്നിവർ പങ്കെടുത്തു.
എറിയാട് ബീച്ച് ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എ.ടി. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP രാജൻ, നിഷ അജിതൻ, MS മോഹനൻ, സീനത്ത് ബഷീർ, വിനീത മോഹൻദാസ്, ശോഭന രവി, TK ചന്ദ്രബാബു, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. 2024 ഡിസംബർ 20 മുതൽ 31 വരെ അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ മുസരിസ് ബീച്ച് ഫെസ്റ്റ് വിപുലമായ രീതിയിൽ കൊണ്ടാടുമെന്ന് സംഘാടക സമിതി ചെയർമാൻ A.T. ടൈസൺ MLA പറഞ്ഞു. മേത്തല ശാസ്താംകോവിൽ ട്രസ്റ്റിന്റെ 29ാമത് വാർഷിക പൊതുയോഗം നടന്നു. ട്രസ്റ്റ് പ്രസിഡന്റ് KT കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിജയം നേടിയ ട്രസ്റ്റ് മെമ്പർമാരുടെ മക്കൾക്ക് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. വനംവകുപ്പ് ഏർപ്പെടുത്തിയ ശാസ്ത്രീയ സേനയ്ക്ക് റെസ്ക്യൂ ലൈസൻസ് കരസ്ഥമാക്കിയ KT കണ്ണനെ ക്ഷേത്രം തന്ത്രി ശ്രീനിവാസൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സെക്രട്ടറി OS ഗിരീഷ്, KB ബിബിൻ, MS സുകുമാരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റകൃത്യങ്ങളുടെ പരമ്പരയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പോക്സോ കുറ്റകൃത്യമുണ്ടായിട്ടും സർക്കാർ മറച്ചുവെച്ചു. ഗുരുതരമായ ആരോപണമാണ് PV അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നതെന്ന് K സുരേന്ദ്രൻ. പിണറായി വിജയൻ സർക്കാർ രാജിവെക്കുകയാണ് വേണ്ടത്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ജൈവ കരനെൽ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. കരനെൽ കൃഷി ഏകദേശം 15 സെന്റോളം വരുന്ന ഭൂമിയിൽ. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.